ഇന്നലെ ഇവിടെ ഉണ്ടായ ഒരു ദാരുണമായ സംഭവമാണ്. വൈകുന്നേരം മീൻ പിടിക്കാൻ പോയ കുട്ടികൾ ഷോക്കേറ്റ് ഒരു കുട്ടി മരിക്കുന്ന സ്ഥിതി ഉണ്ടായി. അനന്തു എന്ന പേരായ 15 വയസ്സുകാരനാണ് മരിച്ചത്. മറ്റ് 2 കുട്ടികൾക്ക് പരിക്കും പറ്റി. ഇത് മനസ്സിലാക്കുന്നത് പന്നിയെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദുരന്തം ഉണ്ടായത്. കുട്ടികൾ സാധാരണഗതിയിൽ മീൻ പിടിക്കാൻ പോകാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്കിങ്ങനെ ഒരു കെണി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാനും പറ്റിയില്ല. അപ്പോൾ അത് സംബന്ധിച്ചിപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ ഈ എർത്തിട്ട ആളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനിയും പ്രതികളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് പന്നിയുടെ ഇറച്ചി വിൽപ്പനയ്ക്ക് വേണ്ടി ബോധപൂർവം ഈ കെണിയൊരുക്കി പിടിക്കുന്ന ഒരു ടീമുണ്ടെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ വിശദമായിട്ടുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. തീർച്ചയായിട്ടും ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമാണത്. അപ്പോൾ ആ കുട്ടി നഷ്ടപ്പെട്ടതിൽ വലിയ വേദനയും ദുഃഖവും അവർക്കുണ്ട്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് മാക്സിമം സഹായം ചെയ്തു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം. പിന്നീട് ഇതുപോലെയുള്ള സംഭവവാസങ്ങൾ നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചർച്ച ചെയ്യും. പിന്നീട് അത് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കാതെ വരുന്ന ഒരു സ്ഥിതിയുണ്ട്. നോർമൽ കണ്ടീഷൻ ആകുമ്പോൾ നമ്മളെല്ലാം മറന്നു പോകുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത്തരം ദാരുണ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ ഉണ്ടാകേണ്ടത്. അത് ഏതൊരു വിഷയത്തെ വെസ്റ്റേൺ ഇൻട്രസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി എങ്ങനെ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇന്നലെ സംഭവിച്ചത്. നിലമ്പൂർ അങ്ങാടിയിൽ അരങ്ങേറിയ സമരമൊക്കെ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വിവേചനമില്ലാതെ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് വന്നത്. ഏകപക്ഷീയമായിട്ട് ഗവൺമെൻറ്റാണ് ഉത്തരവാദി. ആദ്യം തന്നെ പറയുന്നത് ഗവൺമെൻറ് ഉത്തരവാദി. ഇത്തരം സംഭവങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാതെ ഗവൺമെൻറ്റിനെ ആക്രമിക്കുക, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാഴ്ചയാണ് ഇന്നലെ ജനങ്ങൾ കണ്ടത്. അത് ആശുപത്രിയിലേക്കും അത് റോഡ് ഉപരോധിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ചെയ്തത്. അത് തീർച്ചയായിട്ടും ജനങ്ങളെല്ലാം നല്ലപോലെ തിരിച്ചറിയും. ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ എടുക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനിയും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമാണെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാം. ഇത് അനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മരണം സംഭവിച്ചതെന്നുള്ള രീതിയിലാണ് ഇന്നലെ മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത്. അത് അല്ല എന്നുള്ളത് ഇപ്പോൾ ഏകദേശം തെളിയിച്ചിരിക്കുന്നു. അപ്പം ഇറച്ചി വിൽപ്പനയ്ക്ക് വേണ്ടി മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടിയാണ് ഈ എർത്തിട്ടിരുന്നത് എന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഇന്നലെ കുറച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ ജനങ്ങൾ മാറ്റും.